ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. പായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ കലാമണ്ഡലം രതീഷ് എന്ന തായമ്പക കലാകാരനെക്കുറിച്ചാണ്, രതീഷ് എന്ന മേള കലാകാരനെക്കുറിച്ചാണ്. അതിലുപരി കലാമണ്ഡലത്തിൽ കഥകളി കൊട്ട് വിദ്യാഭ്യാസം വളരെ വിജയകരമായി പൂർത്തിയാക്കിയ കഥകളി കൊട്ടിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള രതീഷിനെക്കുറിച്ചാണ്. ഗുരുവായൂർ ക്ഷേത്ര വാദ്യകലാനിലയത്തിലെ അധ്യാപകനായ രതീഷിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലാമണ്ഡലത്തിൽ നിരവധി കാലം കഥകളി കൊട്ട് പഠിച്ച് അതിൻ്റെ പ്രാഥമികമായ അഭ്യാസം മുറകൾ എല്ലാം പരിശീലിച്ച് തായമ്പകയും കഥകളിക്കൊട്ടിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷമാണ് രതീഷ് തായമ്പക എന്ന മേഖലയിലേക്ക് തൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നത്. ഒട്ടെല്ലാ പ്രഗത്ഭർക്കൊപ്പവും തായമ്പക കൊട്ടി ആസ്വാദകരുടെ മനം ഏറ്റെടുത്ത ഒരു കലാകാരനാണ് രതീഷ്. ഒറ്റ തായമ്പകയായും ഇരട്ടത്തെ തായമ്പകയായും അദ്ദേഹം പലർക്കൊപ്പവും ഒറ്റയ്ക്കായും കൂട്ടുന്നുണ്ട്. വളരെ വിദഗ്ധമായി എല്ലാ മേളങ്ങളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാം. എങ്ങനെയും ഗുരുവായൂരിലെ ചെണ്ട അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ കലാമണ്ഡലത്തിലെ കോഴ്സ് പൂർത്തിയാക്കിയതിൻ്റെ ഒരു ഫലശ്രുതി എന്നോണം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലുള്ള വാദ്യകലാനിലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ സാധിച്ചത് രതീഷിൻ്റെ ഭാഗ്യമായി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെ രതീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനു മുമ്പേ ചോദ്യകർത്താവായി നമുക്ക് മുമ്പിലെത്തിയ കലാമണ്ഡലം ശിവദാസ്, കൊയിലാണ്ടി സ്വദേശിയായ ശിവദാസാണ്. ശിവദാസും രതീഷും ആത്മമിത്രങ്ങളാണ്. രതീഷിൻ്റെ വ്യക്തിപരമായ എല്ലാ പ്രത്യേകതകളും അറിവുള്ള വ്യക്തിയാണ് കലാമണ്ഡലം ശിവദാസ്. ഇവരൊപ്പം മേളവും തായമ്പകയും കുട്ടിയിട്ടുള്ളതുമാണ്. എങ്ങനെയും ശിവദാസാണ് രതീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെയും ഇവരുടെ രണ്ടുപേരുടെയുമുള്ള വർത്തമാനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലാമണ്ഡലം ശിവദാസൻ. കളിമേള സഞ്ചാരത്തിൻ്റെ ഇന്നത്തെ വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥിയായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കലാമണ്ഡലം രതീഷ് എന്ന വാദ്യകലാകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവാദ്യ കലാവിദ്യാലയത്തിലെ ചെണ്ട അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ജീവിത യാത്രയിലേക്കുള്ള അഭിമുഖത്തിലേക്ക് കടക്കാം. രതീഷ് നമസ്കാരം. നമസ്കാരം. രതീഷ് ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചെണ്ട വാദ്യ കലാകാരനായി ഞാൻ അറിയുന്നു. കലാമണ്ഡലത്തിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കാലം മുതൽ എനിക്ക് രതീഷിനെ അറിയാം. രതീഷിൻ്റെ ഈ ചെണ്ട വാദ്യ ലോകത്തേക്ക് വരാനുള്ള തുടക്കം ഒന്ന് അതുമുതൽ നമുക്ക് ഇന്നത്തെ അഭിമുഖം ആരംഭിക്കാം. ഞാൻ ആദ്യമായിട്ട് കൊട്ട് പഠിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെമ്മന്തട്ട ശങ്കരൻ നായർ എന്ന് പറയും. എൻ്റെ ആദ്യ ഗുരുനാഥൻ അദ്ദേഹമാണ്. എത്ര വയസ്സിലായിരിക്കും തുടങ്ങിയത്? ഇത് 9 വയസ്സിൽ 5ാം ക്ലാസ് വെക്കേഷനിലാണ് പഠിക്കണത്. ആറാം ക്ലാസ്
അതായത് പിന്നത്തെ നവരാത്രിക്ക് 6 മാസമാണ് ഉണ്ടായത്. പിന്നത്തെ നവരാത്രിക്ക് അരങ്ങേറ്റമായി. ആ വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ വരുന്ന 6ാം ക്ലാസ് തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞു. അരങ്ങേറ്റം അമ്പലം ചെമ്മന്തട്ട. എൻ്റെ നാട്ടിലുള്ള എൻ്റെ സ്വദേശം ചെമ്മന്തട്ടയാണ്. അപ്പോൾ ചെമ്മന്തട്ട പിന്നെ അച്ഛനോ അമ്മാവനോ അങ്ങനെ ആരെങ്കിലും? അച്ഛൻ വലന്തലൊക്കെ പിടിക്കുന്ന ആള്, വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ വെച്ചാൽ അങ്ങനെ വലിയൊരു അങ്ങനെയല്ല, ഇവരുടെ കൂടെ ഈ പറ, നമ്മുടെ ഈ നാട്ടിൽ പറ, പാന, അപ്പം അതിൻ്റെ ചടങ്ങുകളൊക്കെ അറിയാം അച്ഛന്. ഇരുന്നുകൊട്ട് പാട്ട് തൃശ്ശൂർ ഭാഗത്ത്, നമ്മുടെ കുന്നോളം ഭാഗത്തെ. അപ്പോൾ അതിൽ പിന്നെ അതേപോലെ ഉണ്ണിയേട്ടൻ്റെ കക്കാട് രാജപ്പന്മാരുടെ കൂടെ മേളത്തിന് വലന്തൽ പിടിക്കാൻ പോകുന്ന ഒരാളായിരുന്നു അച്ഛൻ. പൂരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അച്ഛൻ? പൂരത്തിനൊക്കെ അതൊന്നും അങ്ങനെ അത്രയൊന്നുമില്ല. മറ്റുള്ള പൂരങ്ങൾക്കുണ്ട്, തൃശ്ശൂർ പൂരത്തിനൊന്നും പോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. മറ്റുള്ള ഉണ്ണിയേട്ടൻ്റെ പേര് പരമേശ്വരൻ, ചെമ്മന്തട്ട പരമേശ്വരൻ. അങ്ങനെ അപ്പോൾ എനിക്ക് എൻ്റെ താല്പര്യപ്രകാരം ഇപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ ഉത്സവത്തിന് അവിടെയൊക്കെ നമ്മുടെ അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഏൽത്താളം പിടിക്കുക പറഞ്ഞ പോലെ കുട്ടികൾ അവിടെ കാണുമ്പോൾ ചെണ്ട കൊട്ടുക, അങ്ങനെ താല്പര്യം എൻ്റെ തന്നെയായിരുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ആശാൻ, തൊട്ട വീടാണ് ശങ്കരൻ നായർ. അത് അദ്ദേഹം ചെമ്മന്തട്ട രാമകണ്ഠമാരാത്ത് രാമന്മാരാർ എന്ന് പറഞ്ഞിട്ട് ഒരു ആശാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും. ഈ ഭാഗത്ത് ഒരു അതെ, അന്നത്തെ സീനിയർ, അന്നത്തെ ആരാണ്. പിന്നെ ആശാൻ കുറച്ചു കാലം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെയാണ് തിരിച്ചു വരുന്നത്. അത് 90 മേളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആശാൻ വന്നിട്ട് ആണ് പഠിപ്പിക്കുന്നത്. പിന്നെയൊക്കെ മുന്നേ അവിടെ കുറേ ആൾക്കാർ പഠിച്ചിരുന്നു. പിന്നെ ആശാൻ്റെ അനിയൻ്റെ മകനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ്. അവൻ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചത് തന്നെയാണ് നമ്മുടെ താഴെ. അങ്ങനെ 96 കാലഘട്ടത്തിലാണ് അരങ്ങേറ്റം. 96 5ാം ക്ലാസ്. 6ാം ക്ലാസ്സിലേക്ക്, 5ാം ക്ലാസ്സിൽ തുടങ്ങി 6ാം ക്ലാസ്സിൽ. അപ്പോൾ തായമ്പക അരങ്ങേറ്റം ചെമ്മന്തട്ട ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ കുറേ അന്ന് സ്റ്റൂളുമ വെച്ചിട്ടാണ് തായമ്പക കിട്ടുക. ഇപ്പോഴും ആദ്യത്തെ തായമ്പക എന്ന് പറയുന്നത് എൻ്റെ ഒരു ബന്ധു കൂടിയായ കലാമണ്ഡലം കുട്ടിനാരായണൻ മദ്ദളം. ഞാൻ മാമാന്ന് വിളിക്കുന്നത്. സ്വന്തം അമ്മാവനല്ലെങ്കിൽ കൂടി അച്ഛൻ്റെ മരുമകളുടെ ഭർത്താവാണ്. അദ്ദേഹം കലാമണ്ഡലത്തിൽ വന്ന് കടങ്ങൂട് കൈക്കുളങ്ങര പൂരത്തിന് സാമിപ്പടി എന്ന് പറഞ്ഞ് പന്തലിൽ തായമ്പ വേണം. പൂരം ഇവിടെ ഓരോ ദേശത്തു നിന്നുള്ള പൂരങ്ങളാണ്. അപ്പോൾ ഓരോ കമ്മിറ്റി സ്ഥലത്ത് തായമ്പകൾ നടക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റി സ്ഥലത്തും രാത്രി പൂരം കഴിഞ്ഞാൽ തായമ്പകളുണ്ട്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ തായമ്പ വരുന്നത്, സാമിപ്പടി എന്നാ പറയുക. അച്ഛനും വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടൻ്റെ ഇതിലേക്കാണ് ഞാനും ഇങ്ങനെ അത്യാവശ്യം ഒഴിവുള്ളപ്പോൾ പറക്കൊക്കെ ഇങ്ങനെ പോവും. പിന്നെ കുറേശ്ശേ കുന്നോളം ഭാഗത്ത് അന്ന് പൂരത്തിൻ്റെ അന്ന് രാത്രി സ്റ്റേജ് പരിപാടി കഴിഞ്ഞ തായമ്പ ഉണ്ടാവും. അപ്പോഴാണ് പൂരത്തിൻ്റെ അന്ന് നാടകമൊക്കെ കഴിഞ്ഞാൽ രാത്രിയാണ് തായമ്പ. അപ്പോൾ നമ്മൾ കുട്ടികളെ അപ്പോഴൊക്കെയാണ് അന്നത്തെ അവസരം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ അച്ഛൻ ഇവരോടൊക്കെ പറഞ്ഞിട്ട് ചുറ്റുവിളക്കിനും ഈ ഭാഗത്ത് മണ്ഡലകാലമായ ചുറ്റുവിളക്കുകൾ തുടങ്ങും. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് കുറേശ്ശെ ഇങ്ങനെ സ്റ്റൂളുമ വെച്ചിട്ട് കൊട്ടാൻ തുടങ്ങി. അങ്ങനെ 2 വർഷക്കാലം ഇവിടെ ഇങ്ങനെ ചെറിയ തോതിൽ വലതല പിടിക്കാനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. പിന്നെ തായമ്പകളുണ്ട് വെച്ചാൽ പിന്നെ 99 കലാമണ്ഡലത്തിലേക്ക് ചേരുന്നത്. 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 7ാം ക്ലാസ് പാസ്സായി 8ലേക്ക്. അപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞ് 6ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിൽ നിന്നും ഒക്കെ അച്ഛൻ്റെ ഒന്നിച്ച് അത്യാവശ്യം ഇങ്ങനെ ഉണ്ണിയേട്ടൻ്റെ ഒക്കെ കമ്പനിയിൽ കക്കാട് രാജപ്പന്മാരുടെ ഒക്കെ അങ്ങനെ കുറേശ്ശെ പരിപാടിക്ക്. അപ്പോഴത്തേക്ക് ഈ തോളത്ത് ചെറിയൊരു ചെണ്ട, അത് മറക്കാൻ പറ്റില്ല. അന്ന് ചെമ്മന്തട്ട മാരാത്ത് കുഞ്ഞുകുട്ടന്മാരാരുണ്ടായിരുന്നു. അതായത് തൃപ്പങ്ങോട് പരമേട്ടൻ്റെ ഭാര്യ വീടാണ് ചെമ്മന്തട്ട മാരാത്ത്. ഒരു അമ്മാവ് കുഞ്ഞുകുട്ടന്മാരൊന്നും ഉണ്ട്. അപ്പം മൂപ്പരിലൊരു ചെറിയൊരു ചെണ്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഉണ്ണിയേട്ടൻ്റെ കൂടെ പരിപാടിക്ക് തിരക്കുള്ള ദിവസമൊക്കെ ആളില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വരാൻ പറയുമ്പോൾ മൂപ്പരുടെ നിന്നാണ് ചെണ്ട വാങ്ങുക. അങ്ങനെ ഒരു ചെറിയ ചെണ്ട ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ കലാമണ്ഡലത്തിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് കലാമണ്ഡലത്തേക്ക് വന്നത്. 8ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ 5 വർഷം +2 കോഴ്സാണ് ഉണ്ടായിരുന്നത്. 8, 9, 10, 11, 12 +12. ഏത് വർഷമാണ് കലാമണ്ഡലത്തിൽ ചേർന്നത്? 99. അപ്പം കലാമണ്ഡലത്തിൽ ചേരുന്നവരെയുള്ള ഗുരുനാഥൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ അദ്ദേഹം തന്നെയാണ് കാര്യമായിട്ടുള്ളത്. ശങ്കരാശാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് പരിപാടിക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് അന്ന് ആശാനും ഇവര് ഏട്ടനും അനിയനാണല്ലോ. ഉണ്ണിയേട്ടൻ്റെ പരിപാടി തന്നെയായിരുന്നു ആശാനും ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ 99 കലാമണ്ഡലത്തിൽ ചേർന്നു.
അപ്പൊ ഈ കലാമണ്ഡലത്തിൽ ചേരുന്നത് വരെ ഇവിടെ അഭ്യാസം ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറെ ചെറിയ പരിപാടിക്കൊക്കെ ഇങ്ങനെ ചുറ്റുവിളക്കിനൊക്കെ മേളൊക്കെ കൊട്ടാറായിട്ടുണ്ടാവും. മേളം കൊട്ടാറിച്ചാൽ ചെറിയ ഈ പറക്കൊക്കെ അങ്ങനെ ഇതൊക്കെ മോഹം കൊണ്ട് അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരി. അപ്പോൾ കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ്സിൽ അപേക്ഷ കൊടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞു ചാൻസ് കിട്ടി. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടിനാരായണേട്ടൻ ആണ് അതിൻ്റെ കുട്ടിനാരായണാശാൻ മുഖാന്തരമാണ്. രതീഷ്, അതിന് കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുന്നേ ഒരു ചെറിയ ചോദ്യം കൂടെ. രതീഷിൻ്റെ ഈ 9-10 വയസ്സിൽ ചിലപ്പം അത്ര അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അന്നത്തെ ഈ ചെമ്മന്തട്ട എന്ന് പറയുന്നത് ശരിക്കും തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്ക് കുന്നംകുളത്തിൻ്റെ ഇടയ്ക്കിലാണ് ഈ സ്ഥലം ചെമ്മന്തട്ട. അതായത് കേച്ചേരിയിൽ നിന്ന് ഇപ്പോൾ പുതിയ ബൈപ്പാസ് വന്നിട്ടുണ്ട്, പെരുമ്പിലാവിലേക്ക് കോഴിക്കോട് ബൈപ്പാസ്. കേച്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ. പന്നിത്തടം വെള്ളറക്കാടിൻ്റെ ഒക്കെ അടുത്തായിട്ട് പന്നിത്തടത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്ന ആ വഴിയിലാണ് ചെമ്മന്തട്ട. ശരി. തൃശ്ശൂർ ജില്ല. എൻ്റെ ചോദ്യം, ഇപ്പോഴത്തെ അറിവുകൊണ്ട് ആ ഭാഗത്തുള്ള അന്നത്തെ നല്ല കൊട്ടുകാർ ആരൊക്കെയായിരുന്നു എന്നൊന്ന് ഇപ്പോൾ പറഞ്ഞു. വെളുത്തിരുത്തി ഉണ്ണി നായർ, അദ്ദേഹത്തിൻ്റെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഈ വാദ്യലോകത്തുണ്ടായിരുന്ന ആ ഭാഗത്തുള്ള കുറച്ച് കലാകാരന്മാരെ ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ആശാൻ ഒന്ന്, ശങ്കരൻ നായർ, ചെമ്മന്തട്ട ശങ്കരൻ നായർ, പിന്നെ അവരുടെ ഒപ്പം വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടൻ, അരിയന്നൂർ ഒരു നാരായണമാരാരുണ്ടായിരുന്നു. അരിയന്നൂർ നാരായണമാരാർ, പിന്നെ അരിയന്നൂർ വേശപ്പേട്ടൻ, വേശപ്പേട്ടൻ അരിയന്നൂർ വേശപ്പേട്ടൻ, പിന്നെ പോർക്കുളം മണിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ അന്നത്തെ ഇടന്തലക്കാരാണ്. വെച്ചാൽ ഉണ്ണിയേട്ടൻ്റെ ഒരു അമ്മാമ്മ ഉണ്ട്, മാധമാമ്മ, വെള്ളിത്തിരുത്തി, ഏകദേശം എല്ലാം ഈ കുന്നങ്ങളും ഇവരൊക്കെ ഉണ്ണിയേട്ടൻ്റെ പരിപാടിക്കാണ് എല്ലാവരും. പിന്നെ ഉണ്ണിയേട്ടൻ്റെ ഒരു അനിയൻ പ്രഭാകരേട്ടുണ്ട്, വെള്ളിത്തിരുത്തി പ്രഭാകരൻ. അപ്പൊ ഈ വെള്ളിത്തുരുത്തി ഉണ്ണി നായർ എന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഭാഗത്ത് അത്യാവശ്യം ചുമതലയും പിന്നെ നല്ലൊരു മേളപ്രമാണി. അത് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കാൻ കാരണം, ഇപ്പം ഈ സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരത്തില് ഉണ്ണിയേട്ടനൊക്കെ നമ്മളെ ഭാഗത്തും പല സ്ഥലത്തും ഇപ്പം മേളത്തിനൊക്കെ ഞാനൊന്നും കലാമണ്ഡലത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് വെള്ളിത്തുരുത്തി ഉണ്ണിയേട്ടനെ അറിഞ്ഞത് നമ്മളെ കഥകളി മേളാചാര്യ ട്രസ്റ്റിന്റെ അവാർഡ് കൊടുക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഉണ്ണീഷാശാനോട് ചോദിച്ചത്. അപ്പം പറഞ്ഞത് ആ ഭാഗത്ത് വലിയൊരു കൊട്ടുകാരനായിരുന്നു. അത് അങ്ങനെയാണ് അദ്ദേഹത്തെ. അതിനുശേഷം ഈ വെള്ളിത്തുരുത്തി ഉണ്ണി നാരായണൻ നമ്മളെ കോഴിക്കോട് ഭാഗത്തും പല സ്ഥലത്തും കൊല്ലവും തിരുനാവായ പല സ്ഥലത്തും മേളത്തിനൊക്കെ പ്രമാണിയായിട്ട് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് അറിഞ്ഞത്. അതെ, അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം തന്നെയാണ്. അപ്പൊ അതുപോലെയുള്ള കലാകാരന്മാര് ആ സമയത്ത് പിന്നെ ശിവരാമേട്ടൻ ഗുരുവായൂരത്തെ, പിന്നെ ഹരിയാശാൻ കലാലയത്തിലുണ്ടായിരുന്നു. മുന്നേ വാദ്യവിദ്യാലയത്തിൽ എനിക്ക് മുന്നുണ്ടായിരുന്ന അധ്യാപകൻ, പ്രിൻസിപ്പളായിരുന്നു. പിന്നെ ഈ ആ സമയത്ത് തന്നെയാണ് എരവത്ത് രാമന്മാരാര് എന്ന് പറഞ്ഞിട്ട് രാജാശാന്റെ എന്താ വെച്ചാൽ ഞാൻ അത്ര ആശാനായിട്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആശാനും ആശാന്റെ അനിയന്മാരും, ആശാന്റെ അച്ഛനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ് ആശാനെ അറിയുന്നത്. അതിനു മുന്നേ നമ്മുടെ ഭാഗത്തുള്ള നേരത്തെ പറഞ്ഞ വേഷപ്പേട്ടനൊക്കെ അവര് നല്ല ലോകി. പക്ഷെ ഞാൻ വേഷപ്പേട്ടനെ പരിചയപ്പെടും നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്, ചെമ്മന്തട്ട അമ്പലത്തിലെ ഉത്സവത്തിന് വേഷപ്പേട്ടൻ വരുമ്പോഴാണ്. എന്നുവെച്ചാൽ അന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ആദ്യം മാരാന്മാർക്ക് മാത്രമേ കൊട്ടാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് ആശാൻ വന്നതിന് ശേഷമാണ് അത് മാറ്റി എല്ലാവർക്കും ആവാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചൊവ്വല്ലൂർ മോനേട്ടൻ, കക്കാട് രാജപ്പേട്ട, ഇരിങ്ങപ്പുറം ബാബുവേട്ടൻ, ചൊവ്വൂർ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അന്ന് ഉത്സവമൊക്കെ അതിഗംഭീരമായിരുന്നു എല്ലാവരും. അപ്പം അങ്ങനെ ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിലെ അന്ന് 2 തായമ്പയൊക്കെ നടന്നായിരുന്നു. അപ്പോൾ വേഷപ്പേട്ടൻ്റെ തായമ്പ അന്ന് നമുക്ക് അത്രയൊന്നും ഇതിനെക്കുറിച്ച് അത്ര അറിഞ്ഞിട്ടില്ലെങ്കിലും അത് വേറിട്ടൊരു തായമ്പികയായിരുന്നു. പിന്നെ വേഷപ്പേട്ടൻ്റെ കഥകളൊക്കെ ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ ഓരോരുത്തരും പറയും. ഈ അങ്ങാടിപ്പുറം കൃഷ്ണാസേട്ടനൊക്കെ കുറേ കാലം ഉണ്ണിയേട്ടൻ്റെ കൂടെ പരിപാടിക്ക് വന്നായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടൻ്റെ എന്നുവെച്ചാൽ ഇവിടുത്തെ ഒരു അന്നത്തെ ഇന്നത്തെ കോൺട്രാക്ടർ എന്ന് പറയുന്ന പോലെ ഈ ഭാഗത്തെ എല്ലാം ഉണ്ണിയേട്ടൻ്റെ അണ്ടറിലാണ് അന്നത്തെ പരിപാടികളൊക്കെ നടന്നിരുന്നത്. ഇപ്പോഴും ഈ കുന്നംകുളം ഭാഗത്തെ പൂരങ്ങളെല്ലാം ഉണ്ണിയേട്ടൻ്റെ കീഴിൽ തന്നെയാണ്. അന്ന് കുന്നംകുളത്തേക്ക് വരാനാ പറയാ ഉണ്ണിയേട്ടൻ. അതിന് എവിടെ പൂരായാലും, എൻ്റെ നാട്ടിലെ പൂരായാലും ഉണ്ണിയേട്ടൻ പറയാ കാലത്ത് കുന്നംകുളത്തേക്ക് വരിക, അവിടെ നിന്നാണ് ലിസ്റ്റ് തരിക. അതൊരു ഉണ്ണിയേട്ടൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതൊരു രസകരമായിട്ടുള്ള ഒരു
രീതിയാണ്. മൂപ്പര് ആദ്യം വന്ന ആ ഒരു സിഗരറ്റിൻ്റെ കുറ്റിയിൽ എഴുതി തരും ഓരോരുത്തർ ഇന്ന സ്ഥലത്തേക്ക്. അത്രയും ആൾക്കാരുണ്ടെന്ന്. പിന്നെ ഇത്ര യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരു പരിപാടി കഴിഞ്ഞാൽ അവിടെയാണ് കുന്നംകുളത്താണല്ലോ ഉണ്ടാവുക. ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ്. അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ വാഹന സഞ്ചാരം ഒരു കാലഘട്ടത്തിലുള്ള ഒരു സിസ്റ്റാണത് അല്ലേ. എല്ലാവരും ഒരുപാട് കലാകാരൻ പഞ്ചവാദി ആയാലും പിന്നൊന്നും അതേപോലെ എടപ്പാള പുണ്യേട്ടനാണ്. പുണ്യേട്ടനെ പോലെ ഈ കരാറിൽ അവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരാണ്. പഞ്ചവായത്തിന് പുണ്യേട്ടനും മേളത്തിന്റെ കാര്യത്തിൽ ഉണ്ണിയേട്ടനും എല്ലാവരും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അന്ന് കുന്നംകുളത്ത് വാദ്യക്കാരാവും. അങ്ങനെ 99 കലാമണ്ഡലത്തിലേക്ക് ചേർന്നു. അന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ആരാ ഇന്റർവ്യൂ ചെയ്തത് ഓർമ്മയുണ്ട്? അത്ര ഓർമ്മയില്ല എനിക്ക്. 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, ചെണ്ടയുടെ ഒരാൾ ഉണ്ടാവും. അതൊക്കെ ആരാ നിൽക്കുന്ന അത്ര ഓർമ്മയിലില്ല. ഇല്ല, ആരാ ഇന്റർവ്യൂ ചെയ്തില്ല ഓർമ്മയിലില്ല. മൂസാശാനാണോ വാരണാസി ആശാനോ ആരൊക്കെ അറിയില്ല. പ്രായമൊക്കെ എത്ര ഓർമ്മയില്ല. പിന്നെ കഥകളിക്ക് ആരും ഉണ്ടായിരുന്നു തോന്നുന്നു. ബാലസുബ്രഹ്മണ്യാശാനൊക്കെ ഇരുന്നായിരുന്നു സംശയം. എന്താ വെച്ചാൽ എന്നോട് അത് കഴിഞ്ഞിട്ട് വേഷത്തിന് ചേരണമെന്ന് ചോദിച്ചു. ചെണ്ടയ്ക്ക് ഒന്നുണ്ട്. അപ്പം നമ്മളന്ന് കഥകളിയൊന്നും ഇതേക്കുറിച്ച് കണ്ടിട്ടില്ല. ചെണ്ട തന്നെ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കഥകളിക്കൊട്ടാന്ന് മനസ്സിലായത്. ഞാൻ കലാമണ്ഡലത്തിൽ പോകുമ്പോ മനസ്സിലെ ശരിക്കുള്ള ഉദ്ദേശം അല്ല. എന്തായിരുന്നു? നമ്മൾ സാധാരണ തായമ്പിക്കും മേളം പഠിക്കാച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ആ കലാമണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് ആദ്യം ഒന്നും അറിയില്ല. കലാമണ്ഡലത്തേക്ക് പോവാ. അപ്പൊ മാമ അവിടെ ഉണ്ട്, അധ്യാപകനൊക്കെ. കുട്ടിധാരണാശ അവിടെ അധ്യാപകനാണ്. അപ്പൊ കുട്ടിധാരണേട്ടൊന്നും പറഞ്ഞിട്ടില്ല? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. ചെറിയ കുട്ടിയല്ലേ, അതിനെ കുറിച്ചില്ല. കലാമണ്ഡലത്തിലേക്ക് പോവാ. കലാമണ്ഡലത്തിലേക്ക് അവിടെ പോയപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇത് പാടാന്നാ വീട്ടിൽ നിന്ന് മാറി നിൽക്കണേന്റെയും അച്ഛനമ്മേനെ വിട്ട ആ പ്രായത്തിൽ നിന്നൊക്കെ. പിന്നെ കഥകളിക്കോട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. തായമ്പക മേളം എന്നാണ്. അവിടെ ചെന്നപ്പോൾ ഇതൊന്നല്ല, വേറെ രൂപമായി കഥകളി. കളരിയിലായിരുന്നു ആദ്യത്തെ കൊല്ലം. അവിടെ ഓരോ വർഷം ഓരോ അധ്യാപകരായിരുന്നു. ആദ്യത്തെ കൊല്ലം രാധാകൃഷ്ണാശാനായിരുന്നു. രണ്ടാമത്തെ വർഷം വന്നപ്പോൾ രാജാശാനായി. മൂന്നാമത്തെ വർഷം ബലരാമാശാനും വിജയേഷനാശാനും. നാലാമത്തെ വർഷം പിന്നെ ചൊല്ലിയാട്ടത്തിന് മൂസാശാനും ഉണ്ണീഷ്ണാശാനും ഉണ്ടായിരുന്നു. പിന്നെ ബലരാമാശാൻ ഇല്ലാത്തപ്പോൾ ഉണ്ണീഷ്ണാശാനാണ് ക്ലാസ്സിന് വരിക. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ തുടക്കത്തിലെ വിദ്യാഭ്യാസവും അതുവരെ ഉണ്ടായിരുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. നാട്ടിൽ നമ്മളിപ്പോൾ അന്ന് പഠിക്കുമ്പോൾ അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ടൊന്നുമല്ല. ഇതിനെക്കുറിച്ച് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് വെച്ചിട്ട് നമ്മൾ പോവും. ആശാൻ്റെ ചിലപ്പോൾ അടിയിട്ട് 2 ദിവസം പോവില്ല. ഇവിടെ അത് പറ്റില്ല. ഇവിടെ കറക്റ്റ് സിസ്റ്റം അല്ലേ. അങ്ങനെ ചേർന്നു. പിന്നെ അത്യാവശ്യം ഇപ്പോൾ തായമ്പേകയിലേക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടെ സാധകം ചെയ്യാനും അതൊക്കെ തുടക്കത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. പിന്നെ പുറപ്പാട്, മേളപ്പദം, കഥകളിയുടെ ഇതിലേക്ക് കടന്നു. പഠിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ 4:30 സാധകത്തിൽ. ഈ മനസ്സിലുണ്ടായ ആഗ്രഹത്തിന് കലാമണ്ഡലം സഹായിച്ചിട്ടുണ്ടോ? പോയിട്ട് തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ പോയപ്പോഴാണ് ഇതിൻ്റെ എന്താ പറയുക, ചെണ്ടകൊട്ട് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് ചെണ്ടയമ്മ കൊട്ടുകയല്ല എന്ന് മനസ്സിലായത്. കാരണം എവിടെയാണ് കോല് വീഴേണ്ടത്, കൈ വീഴേണ്ടത്, അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? പഴയ ക്ലാസ്, അതായത് പണ്ട് നമ്മളിപ്പോൾ ഇവിടെ കൊട്ടുമ്പോൾ അങ്ങനെ അത് പരങ്ങേറ്റത്തിന് പഠിപ്പിക്കുന്ന പോലെയാണ്. വക്കും നടുവൊന്നും അങ്ങനെ കറക്റ്റായിട്ട് പറയില്ല. ഇവിടുത്തെ വായ്ത്താരികൾക്കും മാറ്റമുണ്ട്. ഗീക്ക, തകതരക, ദിരികിട് തകതരക അങ്ങനെയൊക്കെ ആയിരുന്നു. നഗതരക. പക്ഷെ അവിടെ നമ്മൾ മറ്റിച്ച് ചെല്ലുമ്പോൾ ആ ഭാഷ തന്നെ നാക്കണക, കോലിൻ്റെയും നാ എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമില്ല, വക്കത്ത് തന്നെയാണ്. ഡഡകി ഡഡകണക. പിന്നെ ഇവിടെ നിന്ന് നമ്മളങ്ങനെ സാധകം ചെയ്യുമ്പോൾ ഒരു ഒറ്റയ്ക്ക് ഉണ്ടാവുക. ആശാൻ വന്നു കൊട്ടും, കുറേ കൊട്ടും. അവിടേക്ക് പോകുമ്പോൾ അതിനൊരു വ്യക്തമായിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒരു അച്ചടക്കമായി. കാലത്ത് 4:30 സാധകം ചെയ്യണം. സാധകത്തിന് 4 പാടക്കൈ ഉണ്ട് എന്ന് അവിടെ വന്നിട്ട്. ഇവിടെ തക്കിട്ടും തരികടി മാത്രമാണ് പഠിച്ചായിരുന്നു. കലാമണ്ഡലത്തിൽ പോയിട്ടാണ് 4 പാടക്കൈ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. വലം തെക്കിട്ട, ഇടം തെക്കിട്ട, പിന്നെ കോലെടുത്തിട്ട് സാധകം ചെയ്യുക, ഇതൊക്കെ അവിടെ നിന്നാണ്. അപ്പം ആദ്യത്തെ 2 കൊല്ലം കഥകളിക്കൊട്ടല്ല, തായമ്പക കേളി കഴിഞ്ഞിട്ടല്ലേ? ആദ്യത്തെ ഒരു 6 മാസം പാടക്കൈ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തായമ്പക, അടിയന്തര തായമ്പക. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറപ്പാടിൻ്റെ കേളി 2ാം വർഷത്തിലാണ് പഠിപ്പിച്ചത്. ആദ്യം പുറപ്പാടിൻ്റെ ഒരു 4 നോക്ക്, അത് മുഴുവൻ ആയിട്ട് പുറപ്പാട് അങ്ങനെയായിരുന്നു. മേളപ്പദത്തിലെ എണ്ണങ്ങൾ 2ാം വർഷത്തേക്ക് വന്നപ്പോൾ കേളി, പകുതി പുറപ്പാട്, പിന്നെ തായമ്പകേനെ ഒന്നും കൂടി
വിസ്തരിക്കുക എന്ന് പറഞ്ഞ ചെറിയ മാറ്റങ്ങൾ. ഈ 3-ാം വർഷത്തേക്ക് വന്നപ്പോൾ ഇതൊന്നും കൂടി തന്നെ അരങ്ങേറ്റമാണ്. 3-ാം വർഷത്തിലാണ് അരങ്ങേറ്റം. പുറപ്പാട് മേളപ്പദം പകുതി പുറപ്പാട് മേളപ്പദമായിരുന്നു അരങ്ങേറ്റം. ഈ അഭ്യാസത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ട്? അത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈ ആശാന്മാരുടെ അഭ്യാസം പറയാണ്ട് വയ്യ, കടുപ്പിച്ചായിരുന്നു, കടുപ്പിച്ചെന്നെയായിരുന്നു. പഴയതായിരുന്നോ നല്ലത് പുതിയ? പണ്ട് നമ്മൾ അത്രയും സീരിയസ് ഇല്ലല്ലോ. നമ്മൾ പഠിക്കണോ, വെറുതെ കൊട്ടണോ, കുറച്ച് എപ്പോൾ വേണം നിർത്താം, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ലല്ലോ. ഇത് നിർത്താൻ പറ്റില്ല. 6:30 വേണ്ട ബെല്ലടിക്കാണ്ട് അവിടെ നിന്ന് പോരാൻ പറ്റും. ചിലപ്പോൾ അത് 7 മണി. എല്ലാ ദിവസവും സാധകത്തിന് പോവായിരുന്നോ? ഇതൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആ മടിയൊന്നും പിന്നെ അതിനോട് ഇടപഴകിയപ്പോൾ അതിന് മടിയൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ബാച്ചിൽ ആ സമയത്ത് 10 പേരുണ്ടായിരുന്നു. അത് ആദ്യത്തെ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് 4 പേരായി. പലരും നിർത്തിപ്പോയി. അവസാനം ഞങ്ങൾ 4 പേരാണ്. പിന്നെ 2-ാം വർഷം മുതൽ അവസാനം വരെ ആ ബാച്ചിൽ ഞങ്ങൾ 4 പേര്. ഞാൻ, എൻ്റെ കൂടെ കോഴിക്കോടുള്ള സനൂപ്, പിന്നെ മുളവന്താവിലുള്ള വിവേക് ചന്ദ്രൻ എന്ന് പറയും, പിന്നെ കൃഷ്ണമണിമാരാരുടെ മകൻ കണ്ണൂർ വൈശാഖ്. ഞങ്ങൾ 4 പേരാണ് അവസാനം. ആ ബാച്ചിലൂടെ 4 ആളും ഇപ്പൊ ഈ ഫീൽഡിലുണ്ട്. ഉണ്ട്, നന്നായിട്ട് ചെയ്യുന്നവർ, കുഴപ്പമൊന്നുമില്ല. ഓരോ ആൾക്കാരും എല്ലാവരും അത്യാവശ്യം ഈ ഫീൽഡ് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 11, 12 എന്ന് പറഞ്ഞോ. സ്വതവേ അവിടെ പിന്നെ BA MA ഒക്കെ ഉണ്ടല്ലോ. രതീഷ് ഉള്ളപ്പോൾ ശരിക്കും അതിന്റെ സാധ്യത ഉണ്ടായിരുന്നില്ല. അത്ര പ്രാധാന്യം പറച്ചിലിൽ മാത്രമേ ഉണ്ടായിരുന്നു. DMD യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അത് പ്രാബല്യത്തിൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതല്ല, രതീഷിന്റെ +2 കഴിഞ്ഞപ്പം അവിടെ അടുത്ത കോഴ്സായിട്ട് BA ഉണ്ടായിരുന്നു. BA തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ ആദ്യത്തെ ബാച്ചാണ് ഹരീഷ്, നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ ഹരിഹരേട്ടൻ, ശിവാശാന്റെ, അവരൊക്കെയാണ് ആദ്യത്തെ ആ ബാച്ചിലേക്ക് വരുന്നത്. മൃദംഗം രജീഷ്, അങ്ങനെയുള്ള കുറച്ച്. എന്നൊക്കെ സീനിയറാ, 3 വർഷം സീനിയർ ആയിരിക്കും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഹരീഷ് 10-ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക. +2ലേക്ക് ആദ്യത്തെ ബാച്ചിലേക്ക് വരുന്നത് അവരാ. അപ്പം ഞങ്ങൾ വരുമ്പോഴേക്ക് 2-3 ബാച്ച് കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി തുടങ്ങിയോ ചോദിച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്, കലാമണ്ഡലം സർട്ടിഫിക്കറ്റ് ഇല്ല ആ സമയത്ത്. അതിന് സർട്ടിഫിക്കറ്റ് ഈ +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു എക്സാമും അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയായി ഉണ്ടായിരുന്നില്ല. DMD യൂണിവേഴ്സിറ്റി എന്ന് പറയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പം എന്നിട്ട് ഞങ്ങളൊക്കെ അന്നത്തെ വിദ്യാർത്ഥി സമാജം എന്നാണ്. അന്ന് ഈ രാഷ്ട്രീയമൊന്നുമില്ല കലാമണ്ഡലത്തിൽ. ഈ മറ്റുള്ള കോളേജുകളിൽ അതായിരുന്നു ഒരു പ്രത്യേകത. ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, ഞാൻ പോകാറില്ല. ഉണ്ടെന്ന് കേൾക്കണം. അന്ന് വിദ്യാർത്ഥി സമാജം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു സംഘടനയായിരുന്നു. എന്നിട്ട് ആ സമയത്ത് 1 മാസമൊക്കെ കലാമണ്ഡലം അടച്ച് സമരം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിഗ്രിക്ക് BA അനുവദിച്ചു തരണം, അതിന് അംഗീകാരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് രതീഷ് പറയുന്നത്, അപ്പോൾ രതീഷിന്റെ +2 കഴിഞ്ഞ സമയത്ത് അവിടെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ല. ഇല്ല. അല്ല, ഡിഗ്രി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് പിന്നെ അതിനുശേഷമാണ് കുറച്ചു കാലം കാലടി സർവകലാശാലയുടെ കീഴിലായിരുന്നു അതിന്റെ ഇതുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പിന്നെ ഡിഗ്രി കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ക്ലാസ്സുകളും ഇതെല്ലാം. അതുകൊണ്ട് രതീഷ് ഞാൻ +2 കഴിഞ്ഞപ്പോൾ നിർത്തി. പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ വീട്ടിലും, പിന്നെ അച്ഛൻ്റെ മരണം ഇതൊക്കെ ആയിട്ട് പിന്നെ വീട്ടിലും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായപ്പോൾ ഞാൻ നിർത്തി. ഞങ്ങളുടെ ബാച്ചിൽ ആരും, ഞങ്ങളാ മൊത്തം 4 പേരും ഒരുമിച്ച് നിർത്തി പോകുന്നു. 4 ആളും ഡിഗ്രിക്ക് പോയിട്ടില്ല. സനൂപും പോയിട്ടില്ല, വൈശാഖും പോയില്ല, വിവേകും പോയി. സനൂപ് പുറത്ത്, പിന്നെ അവൻ ഡിഗ്രി എടുത്തോ സംശയമുണ്ട്. കുറച്ചു കാലം വേറെന്തോ ഇതില്, കലാമണ്ഡലത്തിലല്ല. രതീഷ് ഒന്നും ശ്രമിച്ചില്ല, മാത്രം. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി. വീട്ടിലെ സാഹചര്യമൊക്കെ അങ്ങനെ ആയപ്പോൾ പിന്നെ ഇതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞു. പിന്നെയുള്ള ജീവിതം പിന്നെ അപ്പോഴേക്കും വീട്ടിൽ അച്ഛന് അസുഖമായി, അച്ഛൻ്റെ മരണം. അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ആ സമയത്ത് വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ണിയേട്ടൻ്റെ ഈ പരിപാടിക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. കലാമണ്ഡലം കഴിയുമ്പോഴേക്കും അങ്ങനെ ഉണ്ണിയേട്ടൻ, കക്കാട് രാജപ്പന്മാരാര്, അങ്ങനെയുള്ള അച്ഛൻ പറഞ്ഞിട്ട് ഇവരൊക്കെ വിളിക്കും. കലാമണ്ഡലത്തിൽ 5 കൊല്ലത്തെ അഭ്യാസം കൊണ്ട് ഒരു നല്ലൊരു തായമ്പക്കാരനോ നല്ലൊരു മേളത്തിന്റെ ഒരു ഐഡിയ കിട്ടിയിരുന്നോ? അതെ, കഥകളി കൊട്ടല്ലാതെ. അതെ, ഐഡിയ വെച്ചാൽ ഈ തായമ്പകേടി മേളത്തിന്റെ നമുക്ക് ഇവിടുന്ന് കേട്ട് ചെറിയൊരു പരിചയമുണ്ട്. കഥകളിക്കൂട്ടിന്റെ സ്വാധീനം എന്ന് പറഞ്ഞ നമുക്കതിന് വ്യക്തമായിട്ടുള്ള സ്ഥാനങ്ങൾ എവിടെയാണ്, അതിൻ്റെ ഭാഷ, ഒതുക്കം, അതൊക്കെ ഈ കളിക്കൂട്ടിൻ്റെ കൊട്ടുന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധകബലായാലും
എന്നുവെച്ചാൽ 360 ദിവസവും ക്ലാസ് തന്നെയല്ലേ, സാധകം മുടക്കില്ലല്ലോ. അത് ഡെയിലി ചെയ്തതിൻ്റെ ഗുണമുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് സാധകം അങ്ങനെ തന്നെയായിരുന്നു, 6 ആശാന്മാരും മാറി മാറി വരും. അപ്പോൾ +2 കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോകും, നാട്ടിലെ പരിപാടിക്കൊക്കെ അത്യാവശ്യം പരിപാടിക്ക് പോകുന്നു. പിന്നെ ഹയർ സ്റ്റഡി ഉണ്ടായോ ആരെങ്കിലും? ഉപരിപഠനത്തിന് പിന്നെ ഞാൻ കുറച്ചു കാലം ഒരു 2-3 കൊല്ലം അപ്പൊ ശിവദാസേട്ടന്റെ ഒക്കെ ആ സമയത്താണ് ഞാൻ ശിവദാസേട്ടന്റെ കോഴിക്കോട് 2005-2006 കാലം. അത് കോഴ്സിന്റെ ശേഷം പഠിക്കുന്ന സമയത്തും ചില സമയത്ത് കോഴിക്കോട് വന്നിരുന്നില്ലേ? അത് വന്നിരുന്നു ഇടയ്ക്കൊക്കെ. അന്നും ഞാൻ പരിപാടിക്ക് പോയിരുന്നു, അവിടെ പഠിക്കുമ്പോഴും ഞാൻ ഇടയ്ക്ക് തായമ്പേക്കൊക്കെ പോയിരുന്നു. അപ്പൊ ഉപരിപഠനം ആരെടുത്താണ്? പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇരിങ്ങപ്പുറം ബാബുവേട്ടന്റെ അടുത്താണ് തായമ്പക മേളം. തായമ്പയ്ക്ക് മേളം പഠിച്ചിട്ടില്ല, നമ്മളന്നിങ്ങനെ കൂടെ നടന്നിട്ട് കൂട്ടായിരുന്നു. അപ്പോഴാണ് മേളം പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒരു കുസൃതി ചോദിച്ചോട്ടെ, ഈ വടക്കൻ നാട്ടിലുള്ളവരൊക്കെ സ്വതവേ പറയാറുണ്ട്, വൃത്തിയായിട്ട് തായമ്പക പഠിച്ച് അരങ്ങേറ്റം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മേളത്തിനായിട്ടൊരു അഭ്യാസം ആവശ്യം. അഭിപ്രായം എന്താ കാര്യത്തിൽ? തീർച്ചയായിട്ടും സത്യമാണ്. ഞാനും ഇന്നവരെ ഒരു മേളവും പഠിച്ചിട്ടില്ല, കൂടെ നടന്ന് പഠിച്ച. അന്നൊക്കെ എല്ലാ മേളവും എല്ലാ അത്യാവശ്യം നിലവിലുള്ള മേളങ്ങളൊക്കെ കൊട്ടാറുണ്ട്, അതിങ്ങനെ കൂടെ നടന്നിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ചെണ്ട എന്നുള്ള വാദ്യോപകരണത്തിൽ തായമ്പക്കും കഥകളി കൊട്ടിനുമാണ് 1, 2 വേണ്ടിക്ക് പറയാം അല്ലെ? അതാ സംശയം. അത് 1 ആണോ 2 ആണോ എന്നില്ല, രണ്ടും 2 മേഖല ആയതുകൊണ്ട് അത് 2 തന്നെയാണ് മേൽ. 2 1 തന്നെ പറയാം. അതൊരു ഒരു ഇതിന്റെ ഇടയിൽ ചോദിച്ചു. അല്ല ശരിയാണ്. ഇപ്പൊ നമ്മൾ മേളത്തിനെ പോണെന്ന് വെച്ചാലും തായമ്പക തന്നെയാണ്. ചെണ്ട എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം തായമ്പക തന്നെയാണ്. അപ്പൊ പരിപാടിക്ക് ഇങ്ങനെ പോയി തുടങ്ങി. ബാബുവേട്ടന്റെ അടുത്ത് അടുത്ത് വന്നു. അന്ന് വടകര രാജേഷ്, ബാബുട്ടൻ അവരൊക്കെ ഇവിടെ സാധകം ചെയ്യണ കാലമാണ്, വെള്ളറക്കാട്. അങ്ങനെ വന്നു. അങ്ങനെ ബാബുവേട്ടൻ്റെ തറവാട്ടിൽ, വെള്ളറക്കാട്ടത്തെ കഴിഞ്ഞിട്ട് നേരെ ബാബുവേട്ടൻ്റെ തറവാട്ടിലായിരുന്നു. മഴക്കാലത്ത് അവിടെ കർക്കിടക മാസത്തിൽ മിഥുനം കർക്കിടകം സാധകവും കാര്യങ്ങളായിട്ട് ഡെയിലി ബാബുവേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കണക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കിയത്. മേളത്തിൻ്റെ ആയാലും തായമ്പകയുടെ ആയാലും നമുക്ക് ഒരു എന്താണോ തായമ്പക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്ത് ചേർക്കുമ്പോഴും എവിടെയൊക്കെയാണ് ഇന്ന സ്ഥലങ്ങളിൽ ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, താളവട്ടങ്ങളായാലും അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും, മേളത്തിൻ്റെ കണക്കും കാര്യങ്ങളായാലും. ബാബുവേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് ഒരു 5-8 കൊല്ലം മൂപ്പരുടെ കൂടി സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കുട്ടിയുണ്ട് തായമ്പകളും. രാമൂട്ടിയേട്ടൻ്റെ അടുത്ത്, ആശാന്റെ അടുത്ത് പഠിക്കാനല്ല, ഞാൻ ആശാന്റെ കൂടെ ഈ കലാമളത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇപ്പോഴത്തെ ഹരീഷ് മാരാരും കല്ലൂർ ഉണ്ണീഷേട്ടൻ, അങ്ങനെ ഞങ്ങൾ ബാബുവേട്ടൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ പരിചയം. ഞാൻ ഉണ്ണീഷേട്ടൻ്റെ പരിപാടിക്ക് കണ്ടമാനം പോയിരുന്നു വട്ടം പിടിക്കാൻ. അങ്ങനെ ആശാന്റെ തായമ്പേക്ക് വട്ടം പിടിക്കാൻ പോയിരുന്നു. 2-4 കൊല്ലം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളം ഭാഗത്തേക്ക് ചൊവ്വല്ലൂർ മോഹനേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം എറണാകുളം ഭാഗത്ത് ധാരാളം പരിപാടി. അവിടെ ഒരു അപ്പൂട്ടന്മാരാര്, ചിറ്റൂർ അപ്പൂട്ടന്മാരാര് പറയും, അദ്ദേഹമാണ് അവിടുത്തെ ഈ പരിപാടികളുടെയൊക്കെ നടത്തിപ്പ് എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചോദ്യം കൂടെ പറഞ്ഞ, ഈ ബാബുവേട്ടൻ്റെ അടുത്തുള്ള ഉപരിപഠനം കൊണ്ടുള്ള ഈ വേഷപ്പേട്ടൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു തായമ്പക പറഞ്ഞല്ലോ. അതെ അതെ. അതും ഇതും തമ്മിലുള്ള വേരിയേഷൻ എന്താണെന്ന് രതീഷിന് ഇപ്പൊ പറയാൻ പറ്റും? ഇപ്പൊ പറയാൻ പറ്റും. വേഷപ്പേട്ടനെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടുള്ളൂ, തൃത്താല കേശവൻ. ഞാൻ വേഷപ്പേട്ടനെ കണ്ടിട്ടുണ്ട്, ഞാൻ കൊട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് കുട്ടിയാണെന്ന് മാത്രം. പിന്നെ അന്ന് ഇപ്പൊ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അതിശയോക്തി പോലെയാണ് കേശവ പൊതുവാളെ പറയുന്നത്. വേഷപ്പേട്ടന് അങ്ങനെയുള്ളവരെയൊന്നും ഇപ്പൊ പുതിയ ആൾക്കാർക്ക് അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല. എനിക്ക് കുറച്ചറിയാം. ഞാൻ ഈ രാജാശാന്റെ ഒന്നിച്ച് കുറച്ച് പരിപാടിക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ഇതിനൊക്കെ കൂടാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹം സ്പോട്ടിൽ വരുന്ന സാധനങ്ങൾ മനോധർമ്മങ്ങളാണ്. അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെയായിരുന്നു. അതിശയോക്തി പോലെ പറഞ്ഞിരുന്നു. കേശവ പൊതുവാളെ പറഞ്ഞ പോലെ തന്നെയാണ് വേഷപ്പേട്ടന് ഈ ഭാഗത്ത് പറഞ്ഞിരുന്നത്. ഇന്ന് വേഷപ്പന്റെ തായമ്പിയാണ്, ആ പോണം 4 ഇരട്ടി അതിന്റെ ഇരട്ടിയൊക്കെ കൊട്ടുന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അന്ന് കുട്ടിയാണ്, ഞാൻ തായമ്പ കണ്ടിട്ടുണ്ട് വേഷപ്പേട്ടന്റെ കൂടെ ധാരാളം ഉത്സവത്തിന് വന്നപ്പോ. ഈ രതീഷ് കലാമണ്ഡലം കഴിഞ്ഞ സമയത്തേക്ക് ഈ വേഷപ്പേട്ടൻ ഇല്ല, അപ്പോഴേക്ക് മൂപ്പർക്ക് വയ്യാണ്ടായി, അസുഖമായിട്ട്. പിന്നെ മൂപ്പർക്ക് ചെറുപ്പം മുതലേ തലയിൽ എന്തോ ഒരു മുറി പോലെ ഉണ്ട്, അസുഖമായി. പിന്നെ അപ്പം ആ സമയത്ത് തന്നെയാണ് എൻ്റെ അച്ഛനും അസുഖമായിട്ടിരിക്കുന്ന സമയമുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കൊട്ടാറായി. ആരുടെയൊക്കെ ഒന്നിച്ച് ഡബിൾ തായമ്പ കുട്ടി ഉണ്ടാവും ഇപ്പോഴത്തെ പ്രഗത്ഭര് ഒന്നിച്ച്, പുതിയ കുട്ടികള്? എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ബലരാമാശാന്റെ കൂടെ കൊട്ടാൻ പറ്റി. 2 തായമ്പ കുട്ടി,
രാജാശാന്റെ കൂടെ കൊട്ടിയുണ്ട്. പിന്നെ ആദ്യം പഠിപ്പിച്ച ഗുരുനാഥന്റെ കൂടി ഞാൻ ഡബിൾ കൊട്ടിയുണ്ട്. പിന്നെ ഇരിങ്ങപ്പുറം ബാബുവേട്ടൻ. ഈ ഉണ്ണിയേട്ടൻ്റെ ഒന്നിച്ച് തായമ്പ കൊട്ടി? ഇല്ല, ഞാൻ ഉണ്ണിയേട്ടൻ്റെ തായമ്പ കണ്ടിട്ടുണ്ട്. അന്ന് കാര്യാട്ടുകര പറഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെ സ്ഥിരം തങ്കപ്പേട്ടൻ്റെ കരാറാണ് മേള ഉണ്ണിയേട്ടനാ, അവിടെ സ്ഥിരം ഉണ്ണിയേട്ടൻ്റെ തായമ്പയായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങി ആ ഒരു കൊല്ലറ്റ് കാണാനുണ്ട്. പിന്നെ മൂപ്പർക്ക് വയ്യാണ്ടായിട്ട് തായമ്പ കൊട്ടിൽ നിർത്തി. വയ്യാച്ച അങ്ങനെയല്ല, എന്തോ ആ സമയത്ത് തായമ്പ കൊട്ട് നിർത്തി. ഉണ്ണിയേട്ടനും പ്രഭാകരേട്ടനും മൂപ്പരുടെ അനിയനും ഡബിളൊക്കെ കൂട്ടിയായിരുന്നു ആ സമയത്ത്. കുറച്ച് തായമ്പ കണ്ടിട്ടുണ്ട്. രതീഷ് കോഴിക്കോട്, കണ്ണൂർ, ഈ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ വന്നതാണല്ലോ. ഇതിപ്പോൾ ഇത് എൻ്റെ ഒരു ചോദ്യമാണ്. ഫേസ്ബുക്കിൽ ഇപ്പം 2 ദിവസമായിട്ട് ഒരു ചെറിയൊരു ഇത് കേട്ടിരുന്നു, മേളത്തിൻ്റെ ഉത്ഭവം ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ശരിക്കും നിന്റെ യാത്രയിൽ എനിക്ക് ശരിക്കും പറയാൻ പറ്റുമോ ഈ മേളം ഉത്ഭവം തൃശ്ശൂരാണ് അല്ല കോഴിക്കോടാണ്? അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുന്നതാ. ഇപ്പൊ ഒരു രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. അപ്പം ആരൊക്കെ പറയുന്നുണ്ട് അതല്ല, മേളം ഉത്ഭവിച്ചത് തൃശ്ശൂരല്ല, ചിലവരാണെന്ന് പറയുന്നുണ്ട്. രതീഷിന്റെ അഭിപ്രായം എന്താന്ന് പറയാൻ? എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. കാരണം ഇത് ഞാനും പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ വരുന്ന, ഇപ്പോൾ മറ്റുള്ള കർണാടിക് മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംഗീത വിഷയമായിട്ട് വരുമ്പോൾ അതിനൊക്കെ വ്യക്തമായിട്ടൊരു സിലബസും ആധികാരികതയുണ്ട്. നമ്മുടെ വിഷയത്തിന് അതില്ല. ആര് ചെണ്ട എവിടുന്ന് വന്നു, ആരാ ആദ്യം കൊട്ടിയത്, ഇതൊന്നും നമുക്ക് ആരോടും ചോദിച്ചു. തായമ്പക ആദ്യം കൊട്ടിയത് ആരാ, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ്. ഒരു മലമക്കാവ് കേശപൊതുവാൾ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം മുതലേ നമ്മളും അന്വേഷിക്കുമ്പോൾ പറയുന്നുള്ളൂ. അതിന് മുന്നേ ഉണ്ടാവില്ലേ, അവരുടെ ഗുരുനാഥന്മാരുണ്ട്, അതാരും പറയുന്നില്ല. ഞാൻ ഒരുപാട് ചോദിച്ചിരുന്നു. അപ്പൊ പല്ലശന ചതലി എന്നാണ് രേഖകളിൽ, അല്ലെങ്കിൽ മലമക്കാവ് കേശപൊതുവാൾ മുതൽ. അതിൻ്റെ ബാക്കിലേക്കൊന്നും പറയും. പിന്നെ ഈ പഞ്ചാരി മേളം ഇപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പോൾ ശിവദാസേട്ടൻ ചോദിച്ച പോലെ വേണമെങ്കിൽ അഹങ്കാരം തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂരിൻ്റെ എന്ന് പറയാന്നല്ലാണ്ട് എനിക്കിതിനെ കുറിച്ച് ആധികാരികത അറിയില്ല. കാരണം പറയുന്നത് മഴമംഗലത്ത് തിരുമേനിയും പണ്ടാരത്തിൽ രാമമാരാരോ അങ്ങനെ ഒരു ഇന്റർവ്യൂവില് ചക്കംകുളം അപ്പുമാരാരെയോ ആരുടെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. പണ്ടാരത്തിൽ രാമന്മാരാരും മഴമംഗലത്ത് തിരുമേനിയും കൂടിയിട്ടാണ് പഞ്ചാരി പതികാലം ചിട്ടപ്പെടുത്തിയെന്ന്. ഭാഷ അപ്പോഴും ബാക്കി 4 കാലങ്ങൾ ഓൾറെഡി ഉണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഏത് നാട്ടിലും എന്തായാലും തൃശ്ശൂരിൽ നിന്ന് പോയതാവാൻ വഴിയില്ല. കാരണം ഇപ്പോഴത്തെ അവിടുത്തെ നമുക്ക് അറിയാലോ. ഇപ്പോൾ കോഴിക്കോട് വടക്കൻ മേഖലകളിൽ മേളത്തിൻ്റെ ഒരു സമ്പ്രദായം നമുക്ക് മാക്സിമം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മേളയുള്ളൂ. അവിടുത്തെ ഉത്സവത്തിൻ്റെ ചിട്ടയായാലും നമുക്കിപ്പോൾ ഞാൻ അവിടെ വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം. ഇവിടെ അങ്ങനെയല്ല. അപ്പം ഈ ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ നിലവിൽ കണക്ക് 1400 രേഖയിലുള്ളത് ഈ പെരുവനം പൂരം മാത്രമേ ഉള്ളൂ. ഇത്ര വർഷം ആയിട്ട് ഉണ്ട് എന്നുള്ളത്. മറ്റുള്ളതൊന്നും അതിന് മുന്നേ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആരോടൊക്കെ ഒന്നിച്ച് മേളത്തിന് പങ്കെടുത്തിട്ടുണ്ട്? ഇപ്പോഴത്തെ കുട്ടേട്ടൻ, അനിയേട്ടൻ, മട്ടന്നൂരാശാൻ, പിന്നെ ചേരാനെല്ലൂർ ശങ്കരകുട്ടന്മാരാര്, ഒരുവിധ ആൾക്കാരുള്ള ഇന്നത്തെ അല്ല സതീശേട്ടൻ, തിരുവല്ല രാധാകൃഷ്ണൻ, അങ്ങനെയുള്ള എല്ലാവരുടെ കൂടെ. രതീഷ് പ്രമാണിച്ച വലിയ മേളം ഇപ്പോഴുള്ള നിലവിൽ ഏതെങ്കിലും ഒരു വലിയ മേളം പറയാൻ പറ്റുമോ? ഇതിങ്ങനെ പൂരത്തിന്റെ ഘടകപൂരം, ചെറുപൂരങ്ങളൊക്കെയാണ് കുന്നോളം ഭാഗത്ത്, ദേവസ്വം പൂരമൊക്കെ ഉണ്ട്. പിന്നെ ഉത്രാളി പുരുഷായനം എൻ്റെ മേളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അരിമ്പൂര് ഒരു 20 വർഷമായിട്ട് ഞാൻ തന്നെയാണ് സുബ്രഹ്മണ്യ കോവിലില്. പിന്നെ മനക്കുടി, അങ്ങനെയൊക്കെ. പിന്നെ എറണാകുളം ഭാഗത്ത് ചിറ്റൂര്, രവിപുരം, ഇവിടെയൊക്കെ മേളങ്ങൾക്ക് പ്രമാണിച്ചിട്ടുണ്ട്.